ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിരവ വീണ സൗണ്ടാണ് കേട്ടത്. അപ്പം ഞങ്ങൾ പൊടിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് പൊടിപ്പിക്കാനുണ്ടായിരുന്നു. എൻ്റെ ഗോതമ്പും ഉമ്മയുടെ ഗോതമ്പും ഒക്കെ ഉണ്ടായിരുന്നു പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതാ ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് മില്ലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എത്തിയ വശം കറണ്ട് പോയി. ഞങ്ങളതിനെ വല്ല ഉദ്ഘാടനത്തിന് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചെന്ന് കയറി റഷൻ കറണ്ട് പോയിട്ടാ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കറണ്ട് ഇല്ല. കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ കറണ്ട് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിറ്റേ ദിവസം വരാൻ പറഞ്ഞിട്ട് തിരിച്ച് പോരാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു കുറച്ച് നേരം കൂടി നിന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോഴും കറണ്ട് വരുന്നത് കാണാനില്ല. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുഴ എന്ന് പറയാൻ പറ്റും, ഇതിന് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോണ സ്ഥലം, അതിനെന്താ പറയുകയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞുവിനൊന്ന് കാണിച്ചു കൊടുക്കാൻ വെച്ചിട്ട് വന്നതാണ്. ഞാനും കുറേ കാലമായിട്ടുണ്ട്. ഞാൻ കുഞ്ഞുവിൻ്റെ പ്രായത്തിലൊക്കെയാണ് ആ മില്ലിലേക്ക് പൊടിപ്പിക്കാൻ വന്നേക്കുന്നത്. എനിക്ക് കുഞ്ഞുവിൻ്റെ പ്രായമുള്ള പോട്ടെ. പിന്നെ ഞാൻ ഇപ്പോഴാണ് അവിടേക്ക് പൊടിപ്പിക്കാൻ പോണത് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ ചേട്ടൻ കുറേ നേരം സംസാരിച്ചു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കുറച്ച് നേരം ഒന്ന് വർത്താനം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നീ 100 ഏക്കർ ഭൂമിയുടെ ഉടമയാണെങ്കിലും, നീ 100 കോടി സ്വത്തിൻ്റെ അല്ലെങ്കിൽ പണത്തിൻ്റെ ഉടമയാണെങ്കിലും കാര്യമില്ല. എന്നാൽ നീ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ സ്വർഗം നിനക്ക് സുനിശ്ചിതം. അതാണ്, നീ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കണം. അല്ലാതെ 100 ഏക്കർ ഉണ്ടോ 100 കോടി ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. സത്യത്തിൻ്റെ വഴിയെ പോയാൽ ദൈവത്തിങ്കൽ എത്തിച്ചേരാം. കപടത്തിൻ്റെ വഴിയെ പോയാൽ നീ അഗാധമായ ഗർത്തത്തിൽ ചെന്നു വീഴും. നമ്മുടെ വചന. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചേട്ടനായിരുന്നു. ആദ്യം ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ ഒരു മുഖഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല്ലൊക്കെ പോയപ്പോൾ ആൾ ആകെ മാറിയൊരു എന്താ പറയുക, കുട്ടികളുടെ പോലെ ആയിരിക്കണം. വർത്താനം കുറേ, സംസാരമൊക്കെ കുറേ കൂടുതലായിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഉമ്മാക്കുള്ള പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഉമ്മ സ്വയം തരുന്നില്ല, ചോറ് കഴിക്കുക പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മയുടെ കൂടെ ഇരുന്ന് കുറച്ച് ചോറുന്നു കേട്ടോ. ചോറ് കഴിക്കാണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്, ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയും ഞാനും കൂടി ഇന്ന് ചോറൊക്കെ തിന്ന് ഉമ്മാനെ പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുറച്ച് പൊട്ടുകടല ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എടുത്ത വഴിക്ക് വേഗം പോയിട്ട് പൊട്ടുകടലൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 അച്ച് ശർക്കര ഞാനിത് ഉരുക്കി പാവാക്കി വെച്ചിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് നെയ്യ് പാത്രത്തിൽ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവാക്കുക. നെയ്യിൽ തന്നെ ചെയ്യണം കേട്ടോ. നെയ്യിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ചായയുടെ ഒപ്പം അത് കഴിക്കാൻ പറ്റില്ല. നല്ല മധുരമുള്ള സാധനത്തിലേക്ക് ചായയുടെ ഒപ്പം മധുരമുള്ളത് കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതല്ലാത്ത സമയത്ത് മഴയൊക്കെ പുറത്ത് പെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വിശക്കുമല്ലോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിശപ്പും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നലൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. എനിക്കുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ തോന്നും നമ്മൾ ഈ മഴ ഉള്ള സമയത്ത്. വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കില്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടത്. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നെയ്യിൽ വാട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊട്ടുകടല 10 രൂപയുടെ പാക്കറ്റിൽ പൊട്ടുകടല ഇട്ടാണ് മേടിച്ചേക്കുന്നത്. പൊട്ടുകടല ഇടേണ്ടിയിരുന്നില്ല തോന്നി. എനിക്കെന്താ വെച്ചാൽ പൊട്ടുകടല ഒരു ടേസ്റ്റ് ഇല്ലാത്ത പൊട്ടുകടലായിരുന്നു. ഒരു പഴക്കം വന്ന പോലത്തെ ഒരു പൊട്ടുകടലായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബദാം റേഷിക്ക് കൊടുന്നതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, ഒരു 5-6 എണ്ണം. അത് ഞാനിങ്ങനെ നുറുക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. നല്ല കറുമുറ എന്നുള്ളതിനാണ് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് നാളികേരം, ഞാൻ ഒരു മുറി നാളികേരം ചിരകി അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇതിൽ കൂടെ ഇട്ടിട്ട് ഈ നെയ്യിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വെറുതെ നന്നായി ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, വെറുതെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കും ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് എന്ന് പറയാൻ വയറ്റിലെത്തി കിട്ടിയാലും നല്ലതാണ്. എല്ലാം നല്ല സാധനങ്ങളല്ലേ ചേർത്തിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഹെൽത്തിയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് ആ നെയ്യിൽ ഇതിങ്ങനെ ഒന്ന് വറുത്ത് ആ നാളികേരത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മണം, ആ മണം ഒന്ന് പോണ വരെ, നെയ്യിൻ്റെ മണം ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാതെ പിന്നെ നമ്മുടെ ശർക്കരപ്പാവ് ഞാൻ ഉരുക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കുക, ഫുള്ള് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി ഒന്ന് നന്നായി ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, ഒന്ന് തിളച്ചാൽ മതി. ഇതിലേക്ക് ഇടുന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് തിളച്ചാൽ മതി. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിലുണ്ടല്ലോ, വെള്ള അവിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള അവിലോ എന്ത് അവിലാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം അവിടെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. കുഞ്ഞൊരു സ്വയം തരാത്ത കാരണം ഉണ്ടാക്കി കേട്ടോ. കുഞ്ഞിനോട് നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പോയാൽ മതി, ഇതൊന്നും ഉണ്ടാക്കായിരുന്നു എന്നൊന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവം ഉണ്ടാക്കി അല്ലാണ്ടാവും വീട്ടിൽ. ഇവിടെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ലാത്തതാണെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകില്ല. അതൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു. ഇവിടെ ഉള്ള സാധനങ്ങളാണെങ്കിൽ അവൻ പിന്നെ അത് ഉണ്ടാക്കാണ്ടാവാൻ എനിക്കൊരു സ്വൈരം തരില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ. ഒരു 6 മണി സമയത്താണ് നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുട്ടികളും എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ച് അതൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. വെറുതെ 4 മണിക്ക് കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്തും അല്ലാത്ത സമയത്ത്, ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം പിള്ളേരൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കി നോക്ക്. വലിയവർക്കും കഴിക്കാം. ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ മിക്സിയിലൊന്ന് ചൂടാറിയിട്ടൊന്ന് പൊടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങളിത് ഇങ്ങനെ തന്നെയാണ് കഴിച്ചത്. എല്ലാ പാത്രത്തിലും ആക്കി ഓരോ സ്പൂണും വെച്ച് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ആസ്വദിച്ച് കഴിച്ചു. കുറേ പൊട്ടുകടലയും ഒക്കെ ഉണ്ടല്ലോ കടിച്ച്. കുറേ നമുക്കിങ്ങനെ ചവയ്ക്കാനുണ്ട്. കുറേ ചവച്ച് എൻ്റെ ഈ സൈഡൊക്കെ വേദനിച്ചു കൂട്ടുന്നത് ചവച്ചിട്ട്. ഋഷിക്കാക്ക് ഇഷ്ടപ്പെട്ടില്ല. മധുരമുള്ള കാരണം, മധുരമൊന്നും അധികം ഇഷ്ടമില്ല. അത് കാരണം മൂപ്പരാണ് കഴിച്ചില്ല. പിള്ളേരൊക്കെ കൂടിയിട്ട് ഇരുന്ന് അങ്ങനെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഇരുട്ടായിട്ടുണ്ടായിരുന്നത് ഉണ്ടാക്കി തീർന്നൊന്ന് ചൂടാറി വന്നപ്പോൾ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെത് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ പിടിക്കുകയാണ്. കുഞ്ഞുൻ്റെ ചിരിയണ്ട. അപ്പോൾ എല്ലാവരും കഴിച്ചു. ഋഷിക്ക് ആകെ ഒരു സ്പൂൺ കഴിച്ചുള്ളൂ, പിന്നെ കഴിച്ചില്ല കേട്ടോ. പിന്നെ എല്ലാവർക്കും പനിയായിരുന്നു. പനി മാറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അരിപ്പുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ തോന്നില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കിയത് ബീൻസ് ഉപ്പേരി പിന്നെ സാമ്പാറുണ്ടായിരുന്നു. തലേദിവസം സാമ്പാറും ഉണക്കമീൻ വറുത്തതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ പനിയും ഒക്കെ ആയ കാരണം എല്ലാവർക്കും വായിക്ക് വലിയ രുചിയൊന്നുമില്ല. എനിക്കും കുഞ്ഞിനും പനിയൊന്നും വന്നിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ തിന്നിട്ട് ഇതാ കിടന്നു. അപ്പോൾ കുഞ്ഞും അതിൻ്റെ ആ ഗ്യാപ്പിലേ കിടക്കുള്ളൂ കേട്ടോ. എപ്പോഴും അഥവാ ആ ഗ്യാപ്പിലേ കിടക്കുള്ളൂ. ആച്ചോട്ടൻ പറഞ്ഞിട്ട് പായയിൽ കിടന്നാൽ മതി പറഞ്ഞിട്ട് ആച്ചോട്ടൻ പായൊക്കെ ഇട്ടിട്ട് ഇത് അവിടെ കിടക്കുന്നുണ്ട്. കള്ളർക്ക് ഉറങ്ങാട്ടോ. മൊബൈൽ കളിക്കുന്ന കാരണം ഞാൻ ചീത്ത പറഞ്ഞു. അപ്പോൾ ഉറങ്ങിയ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെന്നപ്പോൾ അവന് ചിരി വന്നു കേട്ടോ. അപ്പോൾ ആച്ചോട്ടനും താഴത്ത് കിടന്നുറങ്ങി. കുഞ്ഞും ഇവർ കിടക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കിടന്നാൽ രാവിലെ എണീക്കുമ്പോൾ രണ്ടാളും കെട്ടി പിടിച്ചിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഈ കിടക്കണ സമയത്ത് ഇങ്ങനെ വെവ്വേറെ കിടക്കും. രാവിലെ എണീക്കുമ്പോൾ രണ്ടെണ്ണം കൂടി ഒന്നിച്ചാണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതാ കട്ടിലിൻ്റെ ഗ്യാപ്പിലേ കിടക്കുള്ളൂ. അങ്ങനെ ഈശമോള് കട്ടിലിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇന്നലെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചെറിയതായിട്ടൊരു ബിരിയാണി വെച്ചോട്ടോ. ബിരിയാണി തട്ടിക്കൂട്ടി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ കുഞ്ഞൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. കാരണം മേലെ എമർജൻസി കത്തിച്ച് വെച്ചേക്കാണ്. രാവിലെ തൊട്ടിട്ടേ കറണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് വോൾട്ടേജ് കുറവായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോവും, ഇടയ്ക്ക് വരും. നമുക്ക് വൈഫൈ കണക്ഷൻ ആയ കാരണം കറണ്ട് ഇല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ആക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പത്തിന് നമ്മളതിനെ അന്വേഷിച്ച് എന്താ വീഡിയോ കാണാത്ത ചോദിച്ചിട്ടൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ വീഡിയോ എല്ലാവരും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ വരാം നല്ല വീഡിയോ ആയിട്ട്. അസ്സലാമു അലൈക്കും.